ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. യേശുവിനെ കാണണം നിങ്ങൾ, യേശുവിനെ കാണണം, യേശുവിനെ കാണണം നിങ്ങൾ, യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം നിങ്ങൾ, യേശുവിനെ കേൾക്കണം, യേശുവിനെ കേൾക്കണം നിങ്ങൾ, യേശുവിനെ കേൾക്കണം. യേശു നിന്നെ വിളിക്കുന്നു, യേശുവിന് അരികെ വന്നാൽ യേശു നിന്നെ കൈവിടില്ല, യേശു നിന്നെ കാത്തുരക്ഷിക്കും, യേശു നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ കാത്തുരക്ഷിക്കും. യേശുവിനെ കാണണം നിങ്ങൾ, യേശുവിനെ കാണണം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ അടങ്ങി വന്ന എല്ലാ കൃപകൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് കടന്നു വരുവാൻ തക്കോണം എൻ്റെ മക്കളെ സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. ഇത് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മത്സരിക്കുന്ന മക്കളെ എൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ഇതിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച് ഒരു തടസ്സവുമില്ലാതെ കർത്താവ് ഇത് സമ്പൂർണ്ണമായി ഷൂട്ട് ചെയ്യുവാനും അനുഗ്രഹപ്രദമായിട്ട് സംപ്രേഷണം ചെയ്യുവാനും അവിടുന്ന് കൃപയാൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന നീ കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹായത്തിനും സഹകരണത്തിനും പ്രാർത്ഥനകൾക്കും വേണ്ടി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഏഴങ്ങനെ കൊണ്ട് മാതാ സുഷനായിപ്പൻ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുവാനാണ്. ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ബൈബിൾ ക്രൗൺ മത്സരത്തിൽ പങ്കെടുത്തവരാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? സൂസൻ നൈനാനും സുബി ദിലീപും. അപ്പോൾ മിസ്റ്റർ രമേഷും റീനയുമാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. ഇത് മിസസ് രാജീവ് വർഗീസ്, എൻ്റെ പ്രിയ പത്നിയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൽ എൻ്റെ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്നു. മാത്രമല്ല വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ ചുമതലയും രാജി വഹിക്കുന്നു. ഇവിടെ രാജിയെ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് മിസ്സസ് സുജാ ബിന്നിയാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമായിട്ട് ഈ ശുശ്രൂഷയിൽ വരെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. നേരത്തെ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് മടങ്ങി വന്നു. ഞാനും നാട്ടിലാണ്. അപ്പോഴും ഈ ശുശ്രൂഷ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴും ഇതിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സുജയെയും ഇന്നിവിടെ ജഡ്ജായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം സഹായിച്ചാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നിങ്ങളെ തന്നെ നമ്മുടെ ഓഡിയൻസിന് പരിചയപ്പെടുത്തേണ്ടത്. ഏറ്റവും അവസാനം നിങ്ങൾ പരിചയപ്പെടുത്തി 23-ലാണ്. അത് കഴിഞ്ഞ് ഒരുപാട് പ്രേക്ഷകർ വർദ്ധിച്ചിട്ടുണ്ട്, കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പരിചയപ്പെടുവാൻ തക്കവണ്ണം ഒരിക്കൽ കൂടെ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുക. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സൂസൻ നൈനാൻ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ IPC താബോർ പൂന്തുരുത്തി ചർച്ചിൻ്റെ അംഗമാണ്. കഴിഞ്ഞ 2023 ബൈബിൾ ക്വിസിൽ കടന്നു വരുവാനും പങ്കെടുക്കുവാനും സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ ഈ പ്രാവശ്യവും ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വരാൻ ദൈവം കൃപ ചെയ്തു. തുടർന്നുള്ള ഓരോ മത്സരങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം എന്നോടുകൂടി ഇരിക്കേണ്ടതിന് എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ വിരമിക്കും. ഇതിനിടെ വേറെ വല്ല പ്രോഗ്രാംസ്, ഇതുപോലെയുള്ള ക്വിസ് പ്രോഗ്രാംസൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? പല പ്രോഗ്രാമുകൾ പങ്കെടുത്ത്. ഇപ്പോൾ ഒരുപാട് ബൈബിൾ ക്വിസ് പ്രോഗ്രാംസ് ഉണ്ടല്ലേ? ഉണ്ട്. എങ്ങനെ നമ്മുടെ സഭയുടെ ലെവലിലാണോ? ഞങ്ങളുടെ IPCയുടെ അറിവെന്ന് പറഞ്ഞൊരു ബൈബിൾ ക്വിസ് കഴിഞ്ഞ പ്രാവശ്യം അതില് വിന്നറാകാൻ എനിക്ക് ദൈവം സഹായിച്ചു. ആദ്യത്തെ വർഷം സുബിയായിരുന്നു വിന്നർ, കഴിഞ്ഞ വർഷം ഞാനായിരുന്നു. അതൊരു വാർഷിക ഇവന്റ് ആണ്, വർഷത്തിലൊരിക്കൽ ഒരു വാർഷിക. സഭയ്ക്കുള്ളിലുള്ളതാണ് അല്ല, എല്ലാ ആൾക്കാർക്കും പങ്കെടുക്കായിരുന്നു, പൊതുവായിട്ടുള്ളതാണ്. അതിന്റെ പ്രൈസ് മണി 1,00,000 രൂപ. വെരി ഗുഡ്, വെരി ഗുഡ്. സന്തോഷം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുബി ദിലീപ്. എൻ്റെ സ്വദേശം പത്തനാപുരം. പ്രകാരം ഒരു ബൈബിൾ ക്വിസ് നടക്കുന്നതെന്ന് അറിയുവാൻ ഇടയായിത്തീർന്നു. അതിൽ പങ്കെടുക്കുവാൻ കടന്നു വരുവാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. 2023 നടന്ന ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി.
5 സ്റ്റേജിൽ പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചു. തുടർന്നും ഈ പ്രാവശ്യം നടക്കുന്ന ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ദൈവം സാഹചര്യം ഒരുക്കി. എവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളു. 2023 നടന്ന ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ 5ാം സ്റ്റേജ് വരെ പങ്കെടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. തുടർന്ന് ഈ വർഷം നടക്കുന്ന ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലും പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. താങ്ക് യു. എൻ്റെ പേര് രമേശ്, സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചിന്നത്തലയിലാണ്. ഈ ബൈബിൾ ക്വിസിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതിൽ അതീവ സന്തോഷവാനാണ്. എവിടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവിൻ്റെ വേലയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഈ ബൈബിൾ ക്വിസിന് ആദ്യമാണ്. സ്വന്തം സഭയാണോ അതോ വേറെ സഭ? സഭയാണ്. ഇൻഡിപെൻഡന്റ് ചർച്ചാണോ? അല്ല, IPC. IPCയിലാണ്. എവിടെ? ചെന്നിത്തലയാണോ? കായംകുളത്തിന് പടിഞ്ഞാറ് ആറാട്ടുപുഴ എന്ന് പറയും. ആറാട്ടുപുഴ. എൻ്റെ സ്വദേശം അവിടെ അടുത്താണ്, മാന്നാർ എന്ന് പറയും. ചെന്നിത്തലയുടെ അടുത്ത സ്ഥലമാണല്ലോ അവിടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. അതെ. പാസ്റ്ററാണോ? അതെ, പാസ്റ്ററാണ്. ഈ മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കർത്തൃനാമത്തിൽ. ക്രൈസ്തലോട്. എൻ്റെ പേര് റീന. ഞാൻ വരുന്നത് പഴയ ചെക്കട നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്നാണ്. ഇപ്രകാരം ഒരു ബൈബിൾ ക്വിസ് പ്രോഗ്രാം ഇവിടെ നടക്കുന്നെന്ന് അറിയാനിട്ടിടയായിത്തീർന്നു. ചർച്ചിലെ പാസ്റ്റർ വൈഫാണ് പറഞ്ഞത്. പ്രകാരം ഇതിൽ പങ്കെടുക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഇതിൽ നന്നായിട്ട് പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ചർച്ചിലൊക്കെ ഇതുപോലെയുള്ള കോമ്പറ്റീഷൻസ് ഇല്ലേ? ഉണ്ട്. അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ശരി, സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും കർത്തൃനാമത്തിൽ. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ ഈ ശുശ്രൂഷയായി തീരുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. നമുക്ക് ഈ മത്സരത്തിൽ 4 റൗണ്ട്സ് ആണുള്ളത്. ഇത് ആദ്യത്തെ സ്റ്റേജാണ്, മോശ സ്റ്റേജ്. അപ്പോൾ ഈ മോശ സ്റ്റേജിൽ 4 റൗണ്ട്സ് ഉണ്ട്. ഒന്നാമത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പഴയ നിയമ റൗണ്ടിൽ ഒരു ചോദ്യമുണ്ട്. സെക്കൻഡ് റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്, രണ്ടാമത്തെ റൗണ്ട്. മൂന്നാമത്തെ റൗണ്ട് ഈ പ്രാവശ്യം ടെസ്റ്റിമണി റൗണ്ട്, സാക്ഷ്യ റൗണ്ടാണ്. ഇതിന് മുൻപാണെങ്കിൽ അത് 5th റൗണ്ടിലൊക്കെ ആയിരുന്നു സാക്ഷ്യ റൗണ്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അത് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. കാരണം 5ാം റൗണ്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് പേരുടെ സാക്ഷികൾ നഷ്ടപ്പെടും. ഇതിനകത്തൊരു റൗണ്ടിൽ പോയില്ലെങ്കിൽ പോലും സാക്ഷ്യമാണ്. അതുകൊണ്ട് വരുന്ന എല്ലാവർക്കും, പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിൻ്റെ അവസരം ലഭിക്കാനായിട്ട് ആദ്യ റൗണ്ടിൽ തന്നെയാണ് സാക്ഷ്യ റൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റിമണി റൗണ്ട് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ സാക്ഷ്യം പറയാം. സമയം പോരായെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എക്സ്ട്രാ എടുക്കാം, 6 മിനിറ്റ്. അത് മൂന്നാമത്തെ റൗണ്ടാണ്. നാലാമത്തെ റൗണ്ട് റാപ്പിഡ് റീഡിങ് റൗണ്ട്, പറയുന്ന വേദഭാഗം പെട്ടെന്നെടുത്ത് വായിക്കുക. അങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ്, മോസസ് സ്റ്റേജ്. ഈ മോസസ് സ്റ്റേജിൽ 2 പേരെയാണ് അടുത്ത സ്റ്റേജ് യോശുവ സ്റ്റേജിലേക്ക് തിരഞ്ഞെടുക്കുന്നത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രൈസ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസോ അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസോ ഒരു ടൈ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രത്യേകമായിട്ടുള്ള ബൈബിൾ ബോംബ് ഉപയോഗിച്ച് ഒരാളെ എലിമിനേറ്റ് ചെയ്യും. ഓൾറൈറ്റ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ടൈ വരാതെ, ബോംബ് ഇടാതെ തന്നെ കാര്യങ്ങൾ സുഗമമായിട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നാം ഇതിൻ്റെ മുൻപോട്ടുള്ള പാത ക്രമീകരിക്കുന്നത്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇവർ രണ്ടുപേരും കഴിഞ്ഞ പ്രാവശ്യം 7ഉം 5ഉം ഒക്കെ സ്റ്റേജ് വന്നവരാണ്. അപ്പോൾ അവർക്കിത് തറവായിട്ട് അറിയാം. നിങ്ങൾ ആദ്യമായിരിക്കുന്നത് കൊണ്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംശയമുണ്ട്? ഇല്ല. റെഡി? ഹിയർ വി ഗോ. മിസ്റ്റർ സൂസൻ നൈനാനെ കൊണ്ടാണ് ആദ്യമേ ആരംഭിക്കുന്നത്. ഓൾറൈറ്റ്. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ളൊരു വാളെടുത്ത് ക്ഷൗരക്കത്തിയായി ഉപയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുവാൻ യഹോവ ആരോടാണ് കൽപ്പിച്ചത്? യെഹെസ്കേലിനോട്. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. യെഹെസ്കേൽ 5:1. റൈറ്റ്. മിസ്റ്റർ സൂസൻ നൈനാൻ ഗെറ്റ്സ് 5 മാർക്സ്. ഓപ്പണിംഗ് അക്കൗണ്ട്. റെഡി? ഓൾ റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം സുബി ദിലീപിനോട്. വളരെ എളുപ്പമായ ചോദ്യമാണ്, സുബിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു വേശ്യയെ വിവാഹം ചെയ്യുവാൻ യഹോവ കൽപ്പിച്ചത് ഏത് പ്രവാചകനോടാണ്? ഹോശേയ. യെസ്, ഹോശേയ പ്രവാചകൻ. ഹോശേയ 3:1. സുബി ദിലീപ് ഗെറ്റ്സ് 5 മാർക്സ്. മൂന്നാമത് പാസ്റ്റർ രമേശ് കെയോടാണ്. ചോദിക്കട്ടെ? യെസ്, വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ്. കയ്യിൻ്റെ ആദ്യജാതന്റെ പേരെന്ത്? ചോദ്യം നടക്കേ. ഇതിൻ്റെ ക്രമമനുസരിച്ച് ചോദ്യം ഒരു പ്രാവശ്യമേ പറയുള്ളൂ. പക്ഷേ എന്നാലും
ഇനിയും മുതൽ ഒരു പ്രാവശ്യമുണ്ട്, രണ്ടാമത് ചോദ്യമില്ല. പക്ഷേ താങ്കൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് കൊണ്ട് ഞാനതിന് ഒരു ചോദ്യം ചോദിച്ചോളട്ടെ, രണ്ടുപേര് ചോദിച്ചോളാം. ഓക്കെ, അവരുടെ ഒരു അനുവാദം ഉള്ളത് കൊണ്ട് ചോദിക്കാറ്. പക്ഷേ ഇനിയും റിപ്പീറ്റ് ചെയ്യില്ല, ഒറ്റ പ്രാവശ്യമുള്ളൂ. കയ്യിൻ്റെ ആദ്യജാതിൻ്റെ പേരെന്ത്? ഉത്തരം അറിയാമെങ്കിൽ പാസ് എന്ന് പറയാം. യെസ് റീന. ഏനോസ്. എന്തോ? ഏനോസ്. ഏനോസ്. -2 മാർക്സ്. അടുത്ത മിസ്റ്റർ സൂസൻ നൈനാനാണ്. ഹാനോക്ക്. ഹാനോക്ക്. ഹാനോക്കാണ് ശരിയായ മറുപടി. മിസ്റ്റർ സൂസൻ നൈനാന് 4 മാർക്ക്, 4 മാർക്സ്. ഓൾറൈറ്റ്. നാലാമത്തെ ചോദ്യം റീനയോടാണ്. എലിമലേക്കിന്റെ ഭാര്യയുടെ പേരെന്ത്? നവോമി. നവോമി ശരിയായ മറുപടിയാണ്. റീനയ്ക്ക് 5 മാർക്സ്. ഇവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട് അവസാനിക്കുന്നു. പുതിയ നിയമ റൗണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട് റീനയോടാണ് ആരംഭിക്കുന്നത്. ലുസ്ത്രയിൽ പൗലോസ് മുടന്തനായ ഒരു മനുഷ്യൻ, ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു മനുഷ്യന് സൗഖ്യമാക്കിയപ്പോൾ ജനങ്ങൾ, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ഏത് ഭാഷയിലാണ് നിലവിളിച്ച് പറഞ്ഞത്? യവന ഭാഷ. യവന ഭാഷയിൽ. യവന ഭാഷയിൽ -2 മാർക്സ് ഫോർ റീന. റൈറ്റ്, -2 മാർക്സ്. അടുത്തതായിട്ടുള്ള ചാൻസ് മിസ്റ്റർ രമേഷിനാണ്. ഫാസ്റ്റ് രമേഷ്. യെസ്. എബ്രായ. എബ്രായ ഭാഷ തൊട്ടടുത്ത ഭാഷയാണ്, എങ്കിലും -2 മാർക്സ്. തെറ്റായ ആൻസറാണ്. സുബി. ലുക്കവോന്യ ഭാഷ. ലൂക്കാവിൻ്റെ ഭാഷയിലാണ്. 4 മാർക്സ് ഫോർ സുബി ദിലീപ്. രണ്ടാമത്തെ ചോദ്യം പാസ്റ്റർ രമേശ്വരനാണ്. പീലാത്തോസ് യേശുവിനെ ഏത് ഭരണാധികാരിയുടെ അടുത്തേക്കാണ് അയച്ചത്? കയ്യാഫാവ് ഭരണാധികാരി അല്ലായിരുന്നു, അദ്ദേഹം മഹാപുരോഹിതനാണ്. -2 മാർക്സ് ഫോർ രമേഷ് കെ. യെസ് സുബി. ഹെരോദാവിന്റെ അടുക്കലേക്കാണ്. 4 മാർക്സ് ഫോർ സുബി ദിലീപ്. പാസ്റ്റർ പറഞ്ഞത് മഹാപുരോഹിതനാണ്, അല്ല, ഇത് ചോദിച്ചത് ഏത് ഭരണാധികാരി. ഹെരോദാവായിരുന്നു ഭരണാധികാരി. ഓൾറൈറ്റ്. മൂന്നാമത്തെ ചോദ്യവും സുബിയോടാണ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ലാസർ മരിച്ച എത്ര ദിവസത്തിന് ശേഷമാണ് യേശു ലാസറിനെ കാണുന്നത്? 4 ദിവസം. 4 ദിവസം കഴിഞ്ഞാണ്. വളരെ ശരിയായ മറുപടിയാണ്. സുബി ദിലീപിന് അനദർ 5 മാർക്സ്. ഓൾറൈറ്റ്. അടുത്തത് സൂസൻ ചോദ്യമാണ്. യെസ്. വളരെ സില്ലി ആയിട്ടുള്ള, കാരണം കഴിഞ്ഞ കോമ്പറ്റീഷൻ നിങ്ങൾ പങ്കെടുത്തോണ്ട് എനിക്കറിയാവുന്നത് എത്രമാത്രം അത് ഈസിയാണെന്നുള്ളത്. യാക്കോബിനും യോഹന്നാനും യേശു നൽകിയ പേരെന്ത്? ഇടിമക്കൾ. ബൊവർണഗേസ് ഇടിമക്കൾ. രണ്ടുമില്ല, ഒന്നേ ഉള്ളൂ. ബൊവർണഗേസ്, അതിനർത്ഥം ഇടിമക്കൾ. 5 മാർക്സ് ഫോർ സൂസൻ നൈനാൻ. സോ ദാറ്റ് ബ്രിങ്സ് us to the close of ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്. പുതിയ നിയമ റൗണ്ട് അവിടെ അവസാനിക്കുന്നു. ഈ ദിവസം ഇത് ദൈവം ഒരുക്കി തന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എന്തോ ഒരു വലിയ ഒരു അനുഭവത്തിലേക്കാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യം കൂടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ വായിച്ചാലും അധികമൊന്നും വായിക്കത്തില്ല, പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും അറിവില്ലാത്തവർക്ക് കുറേ അറിവുകൾ കിട്ടുന്നു. ദൈവത്തിൻ്റെ ആ ശക്തി ഇവിടെ കൃത്യമായിട്ടും ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സ്ട്രേഞ്ച് ഭൂമിയിലേക്ക് വരുന്ന ഒരു അനുഭവം ഒട്ടും ഉണ്ടായില്ല. എവിടെയോ നമുക്ക് നല്ല പരിചയമുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്ന പോലെ ഒരു അനുഭവമാണ് ഉണ്ടായത്. ദൈവാനുഗ്രഹം ഉള്ള ഒരു സ്ഥലം. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PU, തിരുവനന്തപുരം. ഫോൺ 9495 998555.
അടുത്തതായിട്ട് ടെസ്റ്റിമണി റൗണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ടെസ്റ്റിമണിയുടെ കാര്യങ്ങൾ, നിങ്ങളുടെ കർത്താവുമായിട്ടുള്ള അനുഭവ പരിചയം, നിങ്ങളുടെ സാക്ഷ്യ ജീവിതം, എപ്രകാരമാണ് നിങ്ങൾ യേശുവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ സാക്ഷ്യത്തെക്കുറിച്ച് എല്ലാം 5 മിനിറ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയുവാൻ കഴിയും. അത് പോരായെങ്കിൽ 1 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് ബോണസായിട്ട് നൽകും. അങ്ങനെ 6 മിനിറ്റ് ടോട്ടൽ എടുക്കാൻ കഴിയും. ടെസ്റ്റിമണി റൗണ്ടിൽ ആദ്യത്തെ അവസരം മിസ്റ്റർ സൂസൻ നൈനാൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2023 ഞാൻ രക്ഷയിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ചൊരു സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പകരം എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവം എനിക്ക് നൽകിയ ഒരു വിടുതലാണ് ഇന്നിവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇത് ഇന്നത്തെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. കാര്യം കുഞ്ഞുങ്ങളെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കളും അനുകരിക്കാൻ പറ്റുന്ന ഒരു സാക്ഷ്യമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മോന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ എഴുതി റിസൾട്ടിനൊക്കെ കാത്തിരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള സ്കൂളിലാണ് കുഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എപ്പോഴും കാണാം, അറിയാം, എല്ലാ വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഇപ്പം ഈ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആശങ്ക. പിന്നെ ഇനി +1 പോകുമ്പം കോട്ടയം ടൗണിലോട്ടാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നത് പോലെ നമ്മുടെ മനസ്സിലും ഭയങ്കര ഒരു ആശങ്കയായി. ഇനി ഇവൻ ഇവിടുന്ന് പോയി ഇവൻ്റെ കൂട്ടുകാരായിരിക്കും, ഇവൻ എങ്ങനെയുള്ള കൂട്ടായിരിക്കും തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ വളരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് വളരെ ആഴമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ കുഞ്ഞിനെ ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക, ദൈവ വഴി വിട്ടിടത്തോട്ടോ വലത്തോട്ടോ പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ആശങ്കയുടെ കൂടുതലുകൊണ്ടാണെന്നറിയത്തില്ല, ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ദർശനം കാണുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കുമ്പം എന്നിൽ നിന്ന് ഒത്തിരി അകലെയായിട്ട് ഈ കുഞ്ഞ് ഒറ്റ ഒരു ചാട് മാത്രമുള്ള ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല വിശാലമായ ഒരു വഴിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എനിക്ക് ദൂരം നിന്ന് കാണാം, പക്ഷേ എനിക്ക് വിളിച്ചാൽ ഇവന് നിൽക്കുന്നത് എനിക്ക് കേൾക്കത്തില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവൻ ഈ നേരായിട്ടുള്ള വഴി വിട്ടിട്ട് ഒരു വലിയ അതായത് ഒരു ചെറിയ ഇടുക്ക് വഴിയിലോട്ട് അങ്ങ് ഇറങ്ങി താഴോട്ടങ്ങ് പോവുക. അപ്പോൾ എനിക്ക് ഞാൻ വിളിച്ചാൽ ഈ കുഞ്ഞ് കേൾക്കത്തില്ലല്ലോ എന്നോർത്ത് ഞാൻ വല്ലാതെ അസ്വസ്ഥപ്പെടും. ഇനി ഇവനെ ആര് തിരിച്ചു കൊണ്ടുവരും? അപ്പം കിലോമീറ്ററിൽ ഇവൻ താഴോട്ടങ്ങ് പോവുക, ഇവന് വഴി അറിയാതെ ഇവനെ പോവുക. ഒന്നാമത്തെ ഈ സൈക്കിളിന് ഒരു വീലേ ഉള്ളൂ. അപ്പോൾ എനിക്കങ്ങ് പേടിയായി, കുഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് തട്ടി വീഴുമെന്ന്. ഞാൻ എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന. പെട്ടെന്ന് ഒരു സെക്കൻഡ് ഒരു കൈ എൻ്റെ അടുത്തേക്ക് നീണ്ടു വന്നു. ഞാൻ നോക്കുമ്പോൾ ആ കയ്യിൽ ഇപ്പോഴത്തെ നമ്മുടെ TV-യുടെ റിമോട്ട് പോലെ ഒരു റിമോട്ട് കൺട്രോളാണ്. അപ്പോൾ എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, നീ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു ഇതിൽ. ഞാൻ ചോദിച്ചു, കർത്താവേ, എനിക്കിത് അറിയത്തില്ല, ഞാനിത് ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഇതെങ്ങനെ ഞാനിത് കൺട്രോൾ ചെയ്യും? അന്നേരം പറഞ്ഞു, നീ കൺട്രോൾ ചെയ്യും, നിനക്കത് പറ്റും, നീ അതിൻ്റെ ഓരോ നമ്പറിൽ പ്രസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് വെച്ചിട്ട് എനിക്കറിയത്തുമില്ല, എൻ്റെ കൈയൊക്കെ ഇങ്ങനെ കടന്ന് വിറയ്ക്കുക, കൊച്ചങ്ങ് ഒത്തിരി ദൂരോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ റിമോട്ട് കൺട്രോൾ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞെക്കുക. ഞാൻ ഞെക്കുന്ന അനുസരിച്ച് ഈ കുഞ്ഞ് അതുപോലെ പോയ വഴിയിൽ നിന്ന് തിരിഞ്ഞ് കയറി വരുന്നതായിട്ടാണ് ഈ ദർശനത്തിൽ കൂടെ എന്നെ ദൈവം കാണിച്ചത്. അപ്പം പെട്ടെന്ന് ഞാൻ നോക്കുമ്പം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ റിമോട്ട് കൺട്രോൾ വെച്ച് ഈ കുഞ്ഞിനെ നേരായ വഴിയിലേക്ക് ഞാൻ കൊണ്ടുവരിക. അപ്പം അതിൽ കൂടെ എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ആശയം പിടികിട്ടിയത്. അതായത് നമ്മുടെ പ്രാർത്ഥനയുടെ കൺട്രോള്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൺട്രോള്, അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നമുക്കവരെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റത്തില്ലായിരിക്കും, വിവിധ രാജ്യങ്ങളിലായിരിക്കാം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധിയിൽ അവർ കടന്നു പോയാൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരപ്പന് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രാർത്ഥന കൺട്രോളിൽ അവരെ യഥാസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ഒരാശയം ദൈവം എനിക്ക് തരാനിടയായി. അതിനുശേഷം എൻ്റെ മനസ്സിൽ നീ ഭാരം അല്ലെ കുഞ്ഞിങ്ങനെ ദൂരോട്ടാണല്ലോ പഠിക്കാൻ പോകുന്നത്, അവനില്ല എങ്ങനെയുള്ള കൂട്ടുകെട്ട്, അങ്ങനെയുള്ള ചിന്തയെല്ലാം വിട്ടിട്ട് ആ ഒരു കാര്യം കർത്താവ് എനിക്കൊരു ഉറപ്പ് തന്നു. നീ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്നുകൊണ്ട് നിൻ്റെ കുഞ്ഞിനെ നിനക്ക് ദൈവകൃപയെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ് തന്നതിന് ശേഷം എനിക്ക് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒരു ഭാരവും എൻ്റെ ജീവിതത്തിലുണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇന്നത്തെ അതായത് ഇന്നത്തെ ജീവിത സാഹചര്യം. മദ്യം, മയക്കുമരുന്ന്, ഇങ്ങനെ
കൂട്ടുകെട്ടിലൂടെയൊക്കെ കുഞ്ഞുങ്ങൾ വഷളായി പോകുമ്പം എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിൽ ആശങ്കകളുണ്ട്. പഠിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇതെന്തായി തീരും, എങ്ങനെയായി തീരും. എനിക്ക് ഇതിനകത്തുനിന്ന് പറയാൻ കഴിയുന്ന, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ ദൈവസന്നിധിയിൽ മുടങ്കാലെ നിൽക്കാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ അവർ കടന്നു പോയാലും അവർക്കൊരു ദോഷവും തട്ടാതെ സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥനയുടെ ചരട്, അതായത് കാര്യം പ്രാർത്ഥിക്കുന്ന അമ്മയുടെയും അപ്പൻ്റെയും കയ്യിലാണ് കുഞ്ഞുങ്ങളുടെ ഗതിവിഗതികളെ ദൈവം നിയന്ത്രിക്കുന്നതെന്നുള്ള ആ വലിയൊരാശയം ഇന്ന് എനിക്കത് പറയാനുള്ള. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അതിലൂടെ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം സഹായിക്കും. തുടർന്ന് ഞാനിപ്പോൾ ഒരു സൺഡേ സ്കൂൾ അധ്യാപികയായിട്ടാണ് സേവനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ PYPയുടെ പ്രവർത്തനങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് പിന്നെ ബൈബിൾ ക്വിസ് ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെ ക്ലാസ് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ മുന്നേറുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും വചനം വായിക്കുക, വചനത്തിൽ ആശ്രയിക്കുക. എല്ലാ വിഷയങ്ങളും ഞാൻ പ്രാർത്ഥിച്ച് വിടുത്തെടുക്കുന്നതിന് മെയിനായിട്ടൊരു, എനിക്ക് ദൈവം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ഒരു വചനം തരും. ആ വചനത്തിൽ കൂടെ പ്രാർത്ഥിച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും വിജയം കണ്ടെത്താനിടയായി തീർന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ദൈവം ഇന്നും എന്നേക്കും എൻ്റെ ദൈവം, ഇവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തും. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശേഷിക്കുന്ന കാലം ദൈവത്തിൻ്റെ നാമോഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചോളും. ഈ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് മെയിൻ ശുശ്രൂഷ പ്രാർത്ഥനയാണ്. അപ്പം ആരും ചോദിക്കാതെ തന്നെ പലരും എൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥനാ വിഷയം പറയും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വചനം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ പറയും, വചനം ജീവനും ചൈതന്യമുണ്ട്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കുവോളം തുളച്ചു ചെല്ലുന്ന വചന. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്താ ചെയ്തത്? യേശുവിനെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറയുന്നു. പറഞ്ഞപ്പോഴാണ് നമുക്ക് രക്ഷ അനുഭവമാക്കാൻ പറ്റിയത്. അത് എഴുതി വെച്ചത് വായിച്ചത് കൊണ്ട് നമുക്ക് രക്ഷ കിട്ടുന്നില്ലല്ലോ. അപ്പം ഈ വാക്യം, നമ്മൾ ഏത് വാക്യവും രക്ഷയുടെ അനുഭവം നമുക്ക് കിട്ടിയത് വചനം പറഞ്ഞാണെങ്കിൽ, അതുപോലെ ഏത് വിടുതലും ലഭിക്കണമെങ്കിലും എന്ത് ചെയ്താൽ മതി? നമുക്ക് ദൈവം തരുന്ന വചനം നമ്മൾ പറയണം. എന്നെ പറയുന്നവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ പറയും. എന്നെ തള്ളി പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യും? എന്റെ ചോദ്യം അതല്ലായിരുന്നു സിസ്റ്റർ, ഞാൻ ചോദിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതല്ല, ഈ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ബൈബിൾ പ്രസിദ്ധീകരണങ്ങൾ, ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നതും ട്രാക്റ്റ് അല്ല, വചനം തന്നെ അല്ല. ബൈബിളുകൾ കൊടുക്കുന്നില്ല, ബൈബിളിന് കൊടുക്കുന്നില്ല, ബൈബിളിന് സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. കാര്യം നമ്മുടെ അടുത്ത് വരുന്നത് മിക്കവാറും നമ്മുടെ പേഴ്സണൽ മിനിസ്ട്രിയാണ്, അല്ലാതെ നമ്മള് പുറത്ത് ഇങ്ങനെ ഒരു ശുശ്രൂഷയില്ല. അങ്ങനെ ഒരു ശുശ്രൂഷക്കായിട്ട് നമുക്ക് വചനം ദൈവം അത്രമാത്രം നമ്മൾ വചനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുമ്പോൾ ഈ വചനം മറ്റനേകർക്ക് കൊടുക്കുവാൻ തക്കോണം ഒരു ദൗത്യം നമുക്കുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തൊട്ട് എന്റെ അന്തരാത്മാവിൽ അങ്ങനെ ഒരു തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമുക്ക് മറ്റെന്ത് ആർക്ക് കൊടുത്താലും അതിനേക്കാൾ ഏറ്റവും വലുതായിട്ട് കൊടുക്കാൻ കഴിയുന്നത് വചനമാണ്. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ശുശ്രൂഷ നയിക്കുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷകാരിയാണ്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്, വചനങ്ങൾ വിതരണം ചെയ്യണം എന്നൊക്കെ എൻ്റെ വിതരണം എന്ന് പറയുമ്പോൾ നമുക്ക് പല തലങ്ങളിൽ ചെയ്യാൻ കഴിയും. ഞാൻ ഈ ബോട്ട് മിനിസ്ട്രീസിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ വചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. പരമോന്നതമായിട്ടുള്ളത് സൗഖ്യദായക ശുശ്രൂഷയാണ്. എന്നാൽ ഈ വചനം അനേകർക്ക് എത്തിച്ചു കൊടുക്കുവാൻ 25 ഗോത്രഭാഷകളിലേക്ക് ഈ വചനം എത്തിക്കാൻ കഴിഞ്ഞു. നാളിതുവരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, ദൈവത്തെ അറിയാത്ത 25 ഗോത്രങ്ങൾ ഭാരതത്തിൽ, അവർക്കെല്ലാം അവരുടെ ഭാഷയിൽ അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ വചനം കൊടുക്കുന്നു. മാത്രമല്ല, അല്ലാതെ തന്നെ സാധാരണ കോവിഡ് കാലത്ത് ലവിംഗ്ലി യൂവേഴ്സ്, അതായത് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ട് മർക്കോസിൻ്റെ സുവിശേഷം അത് നമുക്ക് ആരാധിക്കുവാൻ കൂടി വരുവാൻ സാധ്യമല്ല. അപ്പോൾ ഈ പുസ്തകം മർക്കോസിൻ്റെ സുവിശേഷം സ്നേഹപൂർവ്വം എന്ന രീതിയിൽ അനേക ഭാഷ, 5 ഭാഷകളിൽ ഇതുവരെ 5 ലക്ഷത്തോളം കോപ്പികളാണ് കൊടുത്തു തീർന്നിരിക്കുന്നത്. അതായത് ഈ വചനം എത്തിക്കുക, ആ വചനം ഒരാളെ കഴിച്ചാൽ അത് ഒരിക്കലും വചനത്തെ ആർക്കും നശിപ്പിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അതിൻ്റെ ഉദ്ദേശം അത് പൂർത്തീകരിക്കുമെന്നാണ് യശയാപ്രവചനം വായിക്കുന്നത്. അപ്പോൾ ഈ വചനം കൊടുക്കുവാൻ തക്കതിനോണമാണുള്ള പ്രവർത്തനം. അപ്പോൾ വചനത്തിൽ ഇത്രമാത്രം അധിഷ്ഠിതമായിട്ടുള്ളൊരു ശുശ്രൂഷ വ്യക്തിപരമായി നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കണം. അത്രമാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അത് കൊടുക്കുന്നതിൻ്റെ അത്രയും പ്രസക്തമായ കാര്യം. കാരണം ആരെപ്പോൾ എവിടെ വെച്ച് ഇത് വായിക്കുന്നതെന്ന് പറയാൻ സാധ്യത. ഞാൻ ഈ ലവിംഗ്ലി യൂവേഴ്സ് അല്ലെങ്കിൽ 5 ഭാഷകൾ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം എന്നാണ് മലയാളത്തിൽ. അത് നോവൽ പോലിരിക്കും, ചെറിയ പുസ്തകമാണ്. മർക്കോസ് സുവിശേഷം, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കൊച്ചു പുസ്തകമാണ്. ആർക്കും അത് എന്താണെന്ന് പോലും മനസ്സിലാകില്ല, കാരണം കവറൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ അത് കൊടുക്കുമ്പോൾ നമ്മൾ വേറൊന്നും പറയാറുമില്ല, എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷേ എന്തെങ്കിലും ഒരു സമയത്ത് അവരത് തുറന്ന് വായിക്കുമ്പോഴാണ് വിതരണം ചെയ്യുന്നുണ്ടോ?
ഉണ്ട് 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 എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറയില്ല 5 ഭാഷകൾ, അതായത് മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ, കൂടാതെ അമേരിക്കയിലെ സ്പാനിഷ് ഭാഷയിൽ അമേരിക്കയിൽ. അങ്ങനെ കുറച്ച് ഞങ്ങൾക്കൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കൊണ്ടുപോകാം. ഞാൻ തരാം, പക്ഷെ നിങ്ങൾക്ക് അച്ചടിച്ചു കൊടുക്കാൻ പറ്റും. വളരെ സമ്പന്നമായ സഭയാണ്. അപ്പോൾ ആ സഭയെ കൊണ്ട് ഇത് അച്ചടിപ്പിച്ച് സംഘടന ചെയ്യുന്നുണ്ടാവും, പക്ഷെ സംഘടന ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. ഞാൻ ഈ സുശേഷയിൽ നിൽക്കുകയല്ലേ. ഇങ്ങനെ മറ്റാരും ഇങ്ങനൊരു കാര്യം ചെയ്തതായിട്ട് കേരളത്തിൽ എനിക്കറിവില്ല. അമേരിക്കയിലാണെങ്കിൽ പോലും സ്പാനിഷില്ല. കാരണം നമ്മൾ അമേരിക്ക ഇത് ഇംഗ്ലീഷ് കൊടുത്താൽ മനസ്സിലാകാത്ത അവിടെ ഒരുപാട് സ്പാനിഷ് ക്രൗഡുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരുവചനം അച്ചടിക്കണമെങ്കിൽ അതിന് കോപ്പിറൈറ്റ് വേണം, നമുക്ക് അടിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിന് കോപ്പിറൈറ്റ് ഞാൻ പരിഭാഷപ്പെടുത്തിയാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും പോകുമ്പം തരാനായിട്ട് ജസ്റ്റ് സീ ഇറ്റ് ആൻഡ് ഗോ ത്രൂ ഇറ്റ്. വലിയ ശക്തമായിട്ടുള്ള പ്രവർത്തനം അതിലുണ്ടാവും. അത് അല്ലാതെ തന്നെ ഹോസ്പിറ്റൽസിൽ കൊടുക്കുന്നുണ്ട്, ബ്ലൂ ബൈബിൾ മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. ഹോസ്പിറ്റലിൽ വാർഡുകളിൽ കൊണ്ട് ഈ ബൈബിൾ കൊണ്ട് പോകും. അത് 3 മാസം കഴിയുമ്പോൾ അത് കാണത്തില്ല, കാരണം ഓരോരുത്തർ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ ശുശ്രൂഷ വലിയ അഗാധമായ ശക്തമായ ശുശ്രൂഷയാണ്. ഞാൻ ഇത്രയും വചനത്തെക്കുറിച്ച് പറയാനുള്ള കാരണം സിസ്റ്റർ അതുപോലെ വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. അപ്പോൾ അത് നമ്മുടെ അതിര് വിട്ട്, നമ്മുടെ വ്യക്തിപരമായ മിനിസ്ട്രി വിട്ട് അതൊരു പൊതു മിനിസ്ട്രി ആയിട്ട് വളരട്ടെ. വളരെ ദൈവം അനുഗ്രഹിക്കും. ഷീ ഗെറ്റ്സ് 4 marks. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട സാർ, ജഡ്ജസ്, എന്നെ ശ്രവിക്കുന്ന മറ്റേവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇങ്ങനെ ഇപ്രകാരം എൻ്റെ സാക്ഷ്യവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം ഇടയാക്കിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഏകദേശം 11 വയസ്സ് പ്രായം എനിക്ക് ഉള്ളപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം കുറച്ച് കാലഘട്ടത്തേക്ക് മുടങ്ങത്തക്ക രീതിയിൽ ടൈഫോയിഡ് എന്ന രോഗം എന്നെ ബാധിച്ചു. പല ഹോസ്പിറ്റലുകളിൽ മാറി മാറി എന്നെ ചികിത്സിപ്പാൻ ഇടയായി തീർന്നു. എന്നാൽ യാതൊരു ഭേദവും ഉണ്ടാകാതെ ഒടുവിൽ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ പറഞ്ഞു. അങ്ങനെ ഭവനത്തിലായിരിക്കുമ്പോൾ അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നു. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ ഇറങ്ങി ഓടുന്ന അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നടുവിൽ വെച്ച് ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുത സാക്ഷ്യമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം 4 സ്കൂളുകളിലായിട്ട് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. ചില നാളുകൾ വിദ്യാഭ്യാസം മുടങ്ങിയെങ്കിലും അത് പുനരാരംഭിച്ച് 4 സ്കൂളുകളിലായിട്ട് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അതിനുശേഷം എൻ്റെ ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ നേഴ്സിങ്ങിനായി ഞാൻ ആന്ധ്രാപ്രദേശിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് വൈകിയവേളകളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനകൾക്ക് കൂടി വരുന്ന ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കുമെന്ന് ഹോശേയ പ്രവചനത്തിൽ പറയുന്നത് പോലെ അവിടെ ചെന്നപ്പോൾ ദൈവവചനം വായിക്കുവാൻ എനിക്ക് വളരെ അതിയായ ആഗ്രഹം തോന്നി. ഞാൻ ആ സമയങ്ങളിലൊക്കെ വളരെയധികം ദൈവവചനം വായിപ്പാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകി. അതിനുശേഷം അവിടുത്തെ പഠനം പൂർത്തീകരിച്ച് കേരളത്തിൽ മടങ്ങി വന്നു. എൻ്റെ വിവാഹം നടക്കുവാൻ ഇടയായി തീർന്നു. കേരളത്തിൽ തന്നെ വീണ്ടും ജോലിയുള്ള ബന്ധത്തിൽ തുടരുവാൻ ഇടയായി. അതിനുശേഷം സൗദിയിലേക്ക് ജോലിക്കായി കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചു. അവിടെ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞ് പൊട്ടി ചോര വരുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഒത്തിരി ഓയിൻമെൻറ്റുകൾ ഞാൻ ഉപയോഗിച്ചു, എന്നാൽ യാതൊരു ഭേദവും എനിക്ക് തോന്നിയില്ല. അവിടെയും പ്രാർത്ഥനയിലൂടെയാണ് ദൈവം എനിക്ക് വിടുതൽ നൽകുവാനായിട്ട് ഇടയായി തീർന്നത്. വീണ്ടും അവിടെ നിന്ന് മടങ്ങി നാട്ടിൽ വരുവാൻ ഇടയായി തീർന്നു. ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ദിലീപ് ജേക്കബ്, മകൻ ഏബൽ ദിലീപ്, മകൾ ഹെപ്സീബ ദിലീപ്. മകൾക്ക് 7 മാസം പ്രായമുള്ളപ്പോൾ പനി കൂടുതലായിട്ട് ഫിറ്റ്സ് പോലെ ആയിത്തീർന്നു. ആ അവസ്ഥയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് ഓടി. കാല് മുതൽ മുകളിലേക്ക് നീല കളർ ആയി വരുന്ന ഒരു അനുഭവം ഉണ്ടായിത്തീർന്നു. കുരുടനായ മനുഷ്യൻ നിലവിളിച്ചതുപോലെ യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ആ സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് നിലവിളിച്ചു. ഏതായാലും ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഹോസ്പിറ്റലിൽ ചെന്ന് സ്ട്രെച്ചറിലേക്ക് കിടത്തിയപ്പോൾ പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു. ഹോസ്പിറ്റലിൽ കയറ്റി അവിടെ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ചോദിച്ചു എന്ത് പറ്റി. അങ്ങനെ തുടർന്ന് അവർ ചികിത്സിപ്പാൻ ഇടയായി തീർന്നു. ഡോക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞു ഇനിയും ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് എപ്പോഴും മെഡിസിൻ കയ്യിൽ കരുതേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം കുഞ്ഞിന് 11 വയസ്സ് പൂർത്തിയാകുവാൻ ഇടയായി. എന്നാൽ ഇതുവരെയും ആ ഒരു അസുഖം പിന്നെ ഉണ്ടാകുവാൻ ഇടയായില്ല. ലോക ഡോക്ടർമാരുടെ വിധിയെ മാറ്റി എഴുതുന്ന സർവശക്തനായ ഒരു ദൈവത്തെ ആണ് നാം സേവിക്കുന്നത്. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവാനായിട്ട് ഇടയായി തീർന്നു.
തുടർന്ന് ഇപ്പോൾ ഞങ്ങൾ പൂർണ്ണസമയ സുവിശേഷ വിലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ദൈവം നൽകുന്ന അവസരങ്ങളിലൊക്കെ പുറത്തിറങ്ങി പരസ്യ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തപ്പെടുവാനായിട്ട് ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഒരു സൺഡേ സ്കൂൾ അധ്യാപികയായിട്ടും അതുപോലെ തന്നെ യുവജനങ്ങളുടെ ഇടയിലൊക്കെ പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കേണ്ടതിനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സാക്ഷ്യം ദൈവനാമ മഹത്വത്തിനായിട്ട് ഇവിടെ സമർപ്പിക്കുകയും കേൾക്കുന്ന ഏവർക്കും വിശ്വാസവർദ്ധനയ്ക്കും ആത്മീയ പ്രചോദനത്തിനും കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് ഇവരെ അനുഗ്രഹിക്കുമാറാകും. സുബി, അപ്പോൾ ഇത് പൂർണ്ണസമയ സുവിശേഷ എന്ന് പറയുമ്പോൾ സുവിശേഷ പ്രവർത്തനത്തെ വേറെ ജോലികളൊന്നും ചെയ്യുന്നില്ല? ജോലി. അപ്പം രണ്ടുപേരും ഒരുമിച്ച് എങ്ങനെ, പ്രത്യേക ഗ്രാമങ്ങളെ നമ്മൾ ലക്ഷ്യമാക്കിയിട്ടാണോ അതോ പ്രത്യേക സ്ഥലത്താണോ, എങ്ങനെയാ ചെയ്യുന്നത്? ഒരു മിനിസ്ട്രിയോടുള്ള ബന്ധത്തില് പരസ്യോഗങ്ങള്, ഭവന സന്ദർശനങ്ങള്. അതായത് IPC മിനിസ്ട്രി ആണോ അതോ വേറെ? അല്ലല്ല, എല്ലാ ഡിനോമിനേഷനുകളും. വേറെ ഇൻഡിപെൻഡന്റ്, IPC, AG, അങ്ങനെ പല മിനിസ്ട്രിയുടെ പേര് അഡോണായി എന്നാണ് അതിന്റെ. അഡോണായി മിനിസ്ട്രിയുടെ ആവശ്യം നിങ്ങൾ ഇത് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നു. ഒരു സഭാ ചാർജോട് ഉള്ള ബന്ധത്തിലും ആയിരിക്കും. അതെ അതെ അതെ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെയാണോ അതോ നോർത്ത് ഇന്ത്യയിലാണോ, എവിടെയാ പ്രവർത്തിക്കുന്നത്? നമ്മുടെ കേരളത്തിലുള്ള പ്രവർത്തനത്തിൽ. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണോ പ്രവർത്തിക്കുന്നത്? ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, എല്ലായിടവും പരസ്യ സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ട് ശുശ്രൂഷ. വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. റൈറ്റ്. ഷീ ഗെറ്റ്സ് ഓൾസോ 4 മാർക്സ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു അക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കളാണ് ആദ്യം ഈ സുവിശേഷം കേൾക്കുന്നത്. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു, കർത്താവിനെ അറിഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച്, ദൈവകൽപ്പന അനുസരിച്ച് മുൻപോട്ട് ഇറങ്ങിത്തിരിഞ്ഞപ്പോൾ വളരെ പ്രതികൂലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. മാതാപിതാക്കളെ, ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ മിത്രാദികളൊക്കെ ഞങ്ങളെ വെറുത്തു. ഞങ്ങളെ അവരുടെ കൂട്ടായ്മക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഞങ്ങളെ വിളിക്കാതെയായി. എങ്കിലും ഞങ്ങൾ അറിഞ്ഞ സത്യത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ആയിരുന്നു. അതിൽ ദൈവം ഞങ്ങളെ മാനിച്ചു. എനിക്ക് ഞങ്ങൾ സഹോദരങ്ങൾ 4 പേരാണ്. അതിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇന്ന് കർത്താവിനെ അറിഞ്ഞു ജീവിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണ്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസ ശേഷം ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. പല ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചെങ്കിലും എനിക്ക് ലഭിക്കാവുന്ന ചില ജോലി അതിൻ്റെ അടുത്ത് വന്ന സമയങ്ങൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ദൈവമാണോ തട്ടിമാറ്റിയത്. അതിന് മുന്നേ തന്നോട് ദൈവത്തിൻ്റെ ആലോചനയൊക്കെ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് ചെയ്യണമെന്നുള്ളത്. എന്നാൽ ഞാൻ വീട്ടിലെ ഇളയ മകനായതുകൊണ്ട് സഹോദരങ്ങളൊക്കെ വിവാഹിതരായി മറ്റു സ്ഥലങ്ങളായിരുന്നുകൊണ്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ വേലയോ ആഗ്രഹിച്ചില്ല. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവിടെയൊന്നും ഞാൻ പരാജയമാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലയിലേക്ക്, കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ചു. ഇന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ കുടുംബമായിട്ടുമായിരിക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്. 2 പേരും ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനായിരിക്കുന്ന വേലസ്ഥലം എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയയാണ്. കടലിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അവിടെ ക്രൈസ്തവ കുടുംബങ്ങളൊന്നുമില്ല. മറ്റിതര കുടുംബങ്ങളാണ്, അക്രൈസ്തവരാണ്. അതിൻ്റെ മധ്യത്തിലാണ് ഞങ്ങൾക്ക് ചർച്ചും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനുവരിയിൽ ഞങ്ങൾക്ക് അവിടെ ഒരു സുവിശേഷ പ്രസംഗം നടത്തുവാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്തു. അതുമൂലം ആ പ്രദേശത്തുനിന്ന് അനേകർ അക്രൈസ്തവരായിട്ടുള്ളവർ വന്നിരുന്ന് ഒരു 100-150 ആൾക്കാരുണ്ടായിരുന്നു. വന്നു സുവിശേഷം കേൾക്കാനിടയായി. ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ ഭാഗങ്ങളിലുള്ള വീടുകളിലൊക്കെ കടന്നുപോയി സുവിശേഷ പ്രതി കൊടുക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ചുറ്റുപാട് മുഴുവനും മുസ്ലിങ്ങളാണ്. അവരുടെ മധ്യത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ തന്നെ കുറച്ച് മാറിയെല്ലാം മറ്റ് ഹൈന്ദവ കുടുംബങ്ങളൊക്കെയാണ്. അവരുടെ മധ്യത്തിൽ ഞങ്ങൾക്ക്
ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബമായി കർത്താവിൻ്റെ വേലയിലാണ് ആയിരിക്കുന്നത്. ഞങ്ങളുടെ വേലയോർത്തും മുൻപോട്ടുള്ളതായ പ്രവർത്തനങ്ങൾ ഓർത്തും എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ഏത് സ്ഥലത്താണ് പ്രവൃത്തി? ആറാട്ടുപുഴ സ്വതന്ത്ര സഭയാണോ? അല്ല, IPC. IPCയുടേതായിട്ട് പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ ദൈവം പ്രവർത്തിക്കാൻ സഹായിക്കട്ടെ. കുടുംബമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? കുടുംബമായിട്ട് പ്രവർത്തിക്കുന്നു. 2 മക്കളുണ്ട്. അവർ പഠിക്കുന്നു. 2 ആൺകുട്ടികൾ. രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്തയാള് ഫിസിയോതെറാപ്പി 3-ാം വർഷം പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ ഡയാലിസിസിന് ആദ്യത്തെ വർഷം. അപ്പോൾ മാതാപിതാക്കന്മാരുമായിട്ടാണ് ആദ്യം ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വരുന്നത്. അതെ. സഹോദരങ്ങളും എല്ലാം. അതെ. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ്? അവരും ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട്? എല്ലാവരും വിശ്വാസത്തിൽ തന്നെയാണ്. വിശ്വാസത്തിലാണ്. ജോലിയൊക്കെ ഉണ്ട്. പലയിടങ്ങളിലായിട്ടായിരിക്കുന്നു. കൂടുതലായി സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ വേണം. ദൈവം വഴി തുറക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 4 മാർക്സ് ഫോർ രമേശ്. 4 മാർക്ക് രമേശ്. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം ആദ്യമായിട്ട് ഇങ്ങനെ ബൈബിൾ ക്വിസിൽ വന്ന് പങ്കെടുക്കുവാൻ തക്കോണം സർവ്വശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വൻകൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സാർ, ജഡ്ജസ്, മറ്റെല്ലാ ഓഡിയൻസും യേശു ക്രിസ്തു നാമത്തിൻ്റെ സ്നേഹവന്ദനം. ഒരു ക്രിസ്തീയ CSI പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. എന്നാൽ ഭവനത്തിൽ സമാധാനമോ സന്തോഷമോ ഒന്നുമില്ലാതെ വളരെ കഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ മാതാവ് പലവിധമാകുന്ന പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നു. ആഹാരത്തിന് പോലും വകയില്ലാതെ പലവിധ കഷ്ടപ്പാടുകൾ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഏത് പ്രതിസന്ധിയിലും കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് അറിയാനായിട്ട് ഇടയായിത്തീർന്നു. പലവട്ടം എൻ്റെ മാതാവ്, ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ ജ്യേഷ്ഠൻ, ചേച്ചി, അടുത്ത് ഞാനാണ്. എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞ് പലവട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഒരു ദിവസം രാത്രി ഒരു ദർശനം ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ക്രൂശിതനായ യേശുവിൻ്റെ രൂപം കാണുകയും പേര് പറഞ്ഞ് എൻ്റെ മാതാവിനെ വിളിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയം വിചാരിച്ച് ഇനി എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട, എനിക്ക് എൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തണം എന്ന് തീരുമാനിക്കാനായിട്ട് ഇടയായിത്തീർന്നു. തുടർന്ന് അടുത്തുള്ള ഒരു ദേവാലയത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങളെ വളർത്തി. എന്നാൽ എൻ്റെ പിതാവ് ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. തുടർന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ബന്ധുക്കളും ചാർച്ചക്കാരൊക്കെ നാം വളരെ പ്രതികൂലമായി തീർന്നു. എന്നാൽ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ മറന്നുപോയില്ല. എൻ്റെ മാതാവ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ദൈവത്തോട് ദൈവവേലയുടെ ഭാഗമായിട്ട് ദൈവം കൃപാവരങ്ങളെ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനോടനുബന്ധിച്ച് ദൈവിക ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. 2010 ആയപ്പോൾ എൻ്റെ വിവാഹം നടക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പോൾ ഞാൻ പഴയ ചെക്കട ഭാഗത്ത് AG ചർച്ചിൽ ആരാധിച്ച് വരുന്നു. മാത്രമല്ല എൻ്റെ ഭവനത്തിൽ എൻ്റെ മാതാവ് ദൈവവേലയോടുള്ള ബന്ധത്തിലായതുകൊണ്ടൊരു ആരാധന നടത്തുകയാണ്. അതിൽ കുറച്ച് ആൾക്കാർ കടന്നു വന്ന് പങ്കെടുക്കും. പുതിയ ആൾക്കാർ ദൈവവചനങ്ങൾ പറയുകയും അതിൽ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യും. ദൈവവചനം ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും, അമ്മയും ശുശ്രൂഷിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എനിക്കൊരു മകനും ഉണ്ട്. മകൾ ഇനി 10-ാം ക്ലാസ്സിലാണ്, മകൻ ഇനി 8-ാം ക്ലാസ്സിലാണ്. മാത്രമല്ല ദൈവവചനം ബൈബിൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നിടത്തൊക്കെ കൊടുക്കാനായിട്ട് ഇടയായിത്തീരും. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൾ നേഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് ബൈബിൾ വേണമെന്ന് പറഞ്ഞു. വീട്ടിൽ കുറച്ച് പുതിയ നിയമം ഉണ്ടായിരുന്നു, അതിനെ കൊടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. മറ്റുള്ള വ്യക്തിപരമായിട്ടൊക്കെ സുവിശേഷം പറയും. ആരെങ്കിലും എന്തെങ്കിലും ഭാരങ്ങളോ എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ കാണുമ്പോൾ പറയുമ്പോൾ അവരോട് ദൈവവചനമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇടയായിത്തീരും. വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീരും. തുടർന്ന് ദൈവത്തിന് വേണ്ടി പ്രകാരം ഫലം കായ്ക്കുവാൻ സാധിക്കുമോ അപ്രകാരം മുന്നേറാൻ ആഗ്രഹം.
മാത്രമല്ല ദൈവവചനപ്രകാരം പറയുന്ന ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പലവിധമാകുന്ന കഷ്ടങ്ങളൊക്കെ കടന്നു വന്നപ്പോഴും ദൈവമാണ് നമുക്ക് സംഗീതമായി കോട്ടയായി കൂടെ ഇരുന്ന് ഇതുവരെയും കൊണ്ട് എത്തിച്ചത്. തുടർന്നും ദൈവത്തിൻ്റെ ഹിത അനുസരിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ സ്വതന്ത്രമായിട്ട് സഭയായി സ്ഥാപിച്ചാണോ പ്രവർത്തിക്കുന്നത്? ചർച്ചയായിട്ടല്ല, ഒരു കൂട്ടായ്മയായിട്ട് ആചരിച്ചു. സഭയുണ്ടോ? ഏതെങ്കിലും സഭയെ ചേർന്നിട്ടുണ്ടോ? സഭ ഞങ്ങൾ പോകുന്നുണ്ട്. ഒരു തിങ്കളാഴ്ച ദിവസം ഒരു ദിവസം വീട്ടിൽ വെച്ച് ആരാധന നടത്തുന്നുണ്ട്. നിങ്ങളുടെ പ്രത്യേക കൂട്ടായ്മയാണ്? അതെ. അമ്മ ദൈവവേലയോടുള്ള ബന്ധത്തിലാണ്. അമ്മ കൂടെ ഉണ്ട് കൂടെ. അപ്പോൾ ഇങ്ങനെ ആത്മഹത്യയിലേക്കുള്ള പ്രവണതയുള്ള അനേക ചുറ്റുപാടുകളുണ്ട്. അങ്ങനെയുള്ളവരെ വല്ലതും നിങ്ങളുടേതായിട്ടുള്ള അമ്മയുടെ അനുഭവത്തിൽ നിന്ന് അനേകരെ ഒത്തിരി പേരെ രക്ഷിക്കാൻ കഴിയും. അതൊരു വലിയ അനുഭവം കൊണ്ട് പറഞ്ഞു. അതെ, കാരണം ഇന്ന് ലോകത്തില് നാം നോക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെന്ന് മാത്രം പറയാൻ കഴിയുന്നില്ല. ആത്മഹത്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യാശയിൽ. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ ഒരു അനുഭവവും അങ്ങനെ ഒരു ദർശനം ഉള്ളതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ അനേകരെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. അതെ, അപ്പോൾ റീനയ്ക്കും അങ്ങനെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഉള്ള വഴിയുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. കാരണം നമ്മൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടായില്ല, ഒരു പ്രത്യേക ഏരിയയിലേക്ക്, പ്രത്യേകം ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ഇനി മുൻപോട്ട് പോകുമ്പോൾ യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാകുമെന്ന് ധരിച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത ഇന്ന് ക്രിസ്ത്യാനികളിലുണ്ട്. ക്രൈസ്തവരിൽ തന്നെ ഒരുപാട് പേര് നമ്മൾ പത്രം വായിച്ചാൽ അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും അവസരം അവർ നയിക്കുവാൻ കൂടുതലായി ദൈവം സഹായിക്കട്ടെ. ആ ശുശ്രൂഷ അനുഗ്രഹിക്കട്ടെ. അമ്മയ്ക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം പ്രത്യേകമായിട്ട് അറിയിക്കണം. ഓൾറൈറ്റ്, ശരി. റീനയ്ക്ക് 4 മാർക്ക്. ഇതോടെ നമ്മുടെ ടെസ്റ്റ് മണി റൗണ്ട് അവസാനിക്കുകയാണ്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതൊരു ദൈവമില്ല. ആപത്തനർത്ഥവേളകളിൽ നമ്മെ സാന്ത്വനിപ്പിക്കുന്ന ദൈവിക സാന്നിധ്യം. യുദ്ധവീരനായ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമുക്കായി ജയം നൽകും. യഹോവ വീരനെ പോൽ പുറപ്പെട്ട് യോദ്ധാവെ പൊട്ടിഷ്ഠത ജ്വലിപ്പിക്കും. ആർത്തു വിളിക്കും അവനാത്തോടെ, പേർ ചൊല്ലി വിളിച്ചു വീണ്ടെടുക്കും. യേശുവേ, നിന്റെ സാക്ഷിയായി തീരാൻ അടിയനെ നയിക്കണമേ. ആയുസ്സിന്റെ അന്ത്യം വരെയും അങ്ങേയ്ക്കായി ജീവിപ്പാൻ കൃപ നൽകണമേ. നന്ദിയോടെ അന്ത്യം വരെ യേശുവേ അങ്ങേ സാക്ഷിയാകുവാൻ പാരിടത്തിൽ പാർത്തിടും നാളുകളെല്ലാം തിരുക്കരത്താൽ നയിക്കണമേ. യഹോവ എന്റെ ദൈവം, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. യഹോവയല്ലാതൊരു ദൈവമില്ല. യഹോവയൻ ദൈവം, യഹോവയല്ലാതൊരു ദൈവമില്ല. കോപ്പികൾക്ക് വേർഡ് മെലഡി വേൾഡ്, വെമ്പായം ട്രിവാൻഡ്രം. ഒരു ദൈവമില്ല. ഞാൻ തന്നെ. അടുത്തതായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. സോ വി ഗോ ഫോർ ദ ബൈബിൾ റീഡിംഗ് റൗണ്ട്. റാപ്പിഡ് റീഡിംഗ് ഏറ്റവും പെട്ടെന്ന് വായിക്കുന്നവർക്കായിരിക്കും മാർക്ക് ലഭിക്കുക. യെസ്, ബൈബിൾ അടച്ചാട്ടെ. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം.
അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ചെരുപ്പ് അഴിച്ചു കൊടുത്തു. കറക്റ്റ്, വളരെ ശരിയാണ്. സുബി ദിലീപിന് 2 മാർക്ക് കിട്ടുന്നു. ഓൾറൈറ്റ്, രണ്ടാമത്തെ വായന. ബൈബിൾ അടയ്ക്കണം. 1 ശമൂവേൽ 17:49. ആരൊക്കെയാ വായിച്ചേ? സൂസൻ, സുബി ആൻഡ് റീന. ഓക്കെ, 3 പേർക്ക് ഓരോ മാർക്ക് കൊടുത്തേക്കും. മൂന്നാമത്തെ വായന മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഭിന്നിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? വളരെ ശരിയാണ്. സുബി ദിലീപ് ഗെറ്റ്സ് 2 മാർക്സ്. അവസാനത്തെ വായന റെഡി? 1 തിമോത്തിയോസ് 4-ാം അധ്യായം 9-ാം വാക്യം. ഈ വചനം വായിച്ചു, ആരാ വായിച്ചു? 2 പേരും വായിച്ചു. ഈ വചനം വിശ്വാസ്യവും തികച്ച സ്വീകാര്യയോഗ്യവുമാണ്. കറക്റ്റ്. പാസ്റ്റർ രമേശൻ വായിച്ചായിരുന്നു. ഇപ്പോൾ 2 പേർക്ക് ഓരോ മാർക്ക്. 1 മാർക്ക് per പാസ്റ്റർ രമേശൻ, 1 മാർക്ക് ഇല്ല. വളരെ ഇതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള റാപ്പിഡ് റീഡിംഗ് റൗണ്ട് പൂർണ്ണമാകുന്നു. അടുത്തതായിട്ട് ജഡ്ജസ് വിന്നേഴ്സിനെ അറിയിക്കുക. Mrs. Subi Dilip gets the first prize. Yes, give a big hand. And Mrs. Susan Nainan gets the second prize. Good, good, good. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.